ഉള്ളം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം അങ്ങേയ്ക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങയെ നോക്കിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്ന ഞങ്ങളുടെ സർവശക്തനെ, ഈ പരിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഒരുമിച്ച് തിരുവാലയത്തിൽ പ്രവേശിച്ച് അങ്ങയെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സ്വർഗമേ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായും കോടാനുകോടി സ്തോത്രം. നാഥ, ഇന്നത്തെ ആരാധനയിൽ ആരാധകരായി വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും അവിടുത്തെ ചുങ്കില ചോരയാൽ മുദ്ര ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആരാധനയിൽ വരേണ്ടവരെ കൂട്ടിച്ചേർക്കണം. ഇന്നത്തെ ആരാധന ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സഹായിക്കണമെന്ന് യേശു ക്രിസ്തു മുഖാന്തരം അപേക്ഷിക്കുമ്പോൾ ദൈവമുണ്ടായി പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്കെല്ലാവർക്കും നിൽക്കുമ്പോൾ തന്നെ ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 11-ാമത്തെ ഗീതം, എന്നാത്മാവെ നിന്നെയും മറ്റ് സൃഷ്ടി സർവവും എന്നാരംഭിക്കുന്ന 11-ാമത്തെ ഗീതം നമുക്കെല്ലാവർക്കും ചേർന്ന് ആരംഭിക്കാം. നമുക്ക് പ്രതിവാക്യമായി ഉപയോഗിക്കാം. ആരാധനക്രമം 6-ാം പുറം 4-ാം ഭാഗം. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക. യഹോവ മഹാദൈവമല്ലോ, ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു. സമുദ്രം അവിടുത്തേത്, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. വരുവിൻ നാം അടങ്ങി നമസ്കരിക്കാം, അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു. നാം അവിടുന്ന് നയിക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ ആളുകളും തന്നെ.
ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും ആയുള്ളവരെ, ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥനയോടുകൂടെ എത്തുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായി ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയും കവിയുന്ന സമാധാനവും ഇവിടെ വെച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും വിശുദ്ധ സാക്രമെന്തുകളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മെ സമീപിച്ചിരിക്കുന്ന ദൈവത്തോട് നാമും അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവും ആകുന്നു. എന്നാൽ നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിന്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽപ്പാൻ യോഗ്യതയില്ലാത്തവരുമാണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ മുഴങ്കാലുകൾ മടക്കി നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും ദൈവം നമുക്ക് നൽകിയ എല്ലാ നന്മകളെയും നമുക്ക് ഈ സമയം സന്തോഷത്തോടുകൂടെ ഓർക്കാം. ഈ ഒരു മാസത്തിൽ ദൈവം ആഗ്രഹിക്കാത്ത, ദൈവം ഇഷ്ടപ്പെടാത്ത, ദൈവകൽപ്പനകൾക്ക് വിപരീതമായി ഒരുപാട് പാപങ്ങളും പാപത്തിന്റെ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടാകാം. എന്നാൽ ദൈവം പറയുന്നു, നിന്റെ പാപം എത്ര കടും ചുവപ്പായാലും ദൈവത്തിന്റെ സന്നിധിയിൽ നീ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിനെയൊക്കെയും ക്ഷമിച്ച് നിന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാകുന്നു എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ അറിഞ്ഞോ അറിയാതെയോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്താമണ്ഡലങ്ങൾ കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ച എല്ലാ കുറവുകളെയും നമുക്ക് ഈ സമയം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ചില നിമിഷങ്ങൾ മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 11-ാം പുറത്തിൽ കാണുന്ന സങ്കീർത്തനം 51 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് അനുതാപ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കിരണങ്ങളുടെ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം ഓർക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിൽ ഇരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്ത് അങ്ങേക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ല ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ഞാൻ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലാകേണ്ടതിനെ ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിനെ എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. അങ്ങോട്ട് ചാസ്തികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങൾ കാണാതെ വണ്ണം അങ്ങയുടെ മുഖം മറക്കണമേ. എന്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുത്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിന്നും എടുക്കുകയും അരുത്. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവരുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും പ്രിയമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച ദൈവത്തിന് നമുക്ക് സ്തോത്രയാഗം അർപ്പിക്കാം. ആരാധനക്രമം 18-ാം പുറത്തിൽ കാണുന്ന മറിയയുടെ പാട്ട് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയ്ക്കായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എന്റെ ആത്മാവിന്റെ രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും.
ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധം തന്നെ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവിടുന്ന് ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങൾ നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശുദ്ധൻ സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും തന്നെ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ സമയം എഴുന്നേറ്റ് നിൽക്കാം. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം നമുക്ക് പ്രതിവാക്യമായി വായിക്കാം. 56-ാമത്തെ സങ്കീർത്തനം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് വാക്യം പ്രതിവാക്യമായി വായിക്കുന്നു. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. അവർ ഇടവിടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഇടവിടാതെ അവർ എന്റെ വാക്കുകളെ കൊട്ടിക്കളയുന്നു. അവരുടെ വിചാരങ്ങളൊക്കെയും എന്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു. നീതികേടിനാൽ അവർ ഒഴിഞ്ഞു പോകുമോ? ദൈവമേ, നിന്റെ കോപത്തിൽ ജാതികളെ തള്ളിയിടണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിന്റെ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? അവസാന വാക്യം ചേർന്ന് വായിക്കാം. ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിളിപ്പിച്ചല്ലോ. സുവിശേഷ പാഠഭാഗം. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിക്കുന്നു. പെസഹ പെരുന്നാളിന് മുൻപേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അത്താഴമായപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദാ ഇസ്കറിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കാൻ തോന്നിച്ചിരുന്നു. പിതാവ് സകലവും എന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ വന്ന് ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അവൻ ശീമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട്, കർത്താവേ, നീ എന്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ
അറിയും എന്ന് ഉത്തരം പറഞ്ഞു. നീ ഒരു നാളും എന്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശീമോൻ പത്രോസ്, കർത്താവേ, എന്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാൽ അല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ. നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു, എല്ലാവരും അല്ലതാനും എന്ന് പറഞ്ഞു. തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കൊണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കൊണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് യേശു അവരോട് പറഞ്ഞത്. ആരാധനക്രമം 22-ാം പുറത്തിൽ കാണുന്ന അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും നമ്മുടെ മുഴങ്കാലുകൾ മടക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വിനയപ്പെടാം. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും ദൈവം നമുക്ക് നൽകിയ എല്ലാ നന്മകളെയും ഈ സമയം നന്ദിയോടുകൂടെ ഓർക്കാം. നാം ആഗ്രഹിക്കാത്ത, നാം അർഹിക്കാത്ത ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും സർവശക്തൻ നമ്മുടെ ജീവിതത്തിൽ നൽകി നമ്മെ പുലർത്തുകയും ഇவ்விധം കാണുന്ന നന്മകളോടും അനുഗ്രഹത്തോടും പരിപാലിക്കുകയും ചെയ്യുമ്പോൾ ഇതൊക്കെയും ദൈവത്തിന്റെ വലിയ ദാനമെന്ന് തിരിച്ചറിയുവാനും ആ ദൈവത്തിന്റെ മുൻപാകെ മുഴങ്കാലുകൾ മടക്കി ദൈവത്തെ ആരാധിക്കുവാനും ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. ആ ദൈവത്തെ നമുക്ക് ഈ സമയം നന്ദിയോടുകൂടെ സ്തുതിക്കാമോ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഭാരങ്ങൾ ഉണ്ടായിരിക്കാം, ഒരുപാട് വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. വളരെയധികം ഭാരത്തോടും വേദനയോടും കണ്ണുനീരിന്റെ അനുഭവത്തോടും കൂടി ആയിരിക്കുന്നവർ ഈ ആരാധനയിൽ ഉണ്ടായിരിക്കാം. ദൈവമേ, അവിടുന്ന് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യണമേ. അവിടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗമേ അവിടുന്ന് ഉന്നതങ്ങളിൽ നിന്ന് പകർന്ന് അനുഗ്രഹിച്ച് അവിടുന്ന് കാക്കുകയും വിശുദ്ധയുള്ള ജീവിതം നയിച്ച് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാമോ? ഇന്നത്തെ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർമ്മിച്ച് പ്രാർത്ഥിക്കാം. ആരാധനയിൽ അവർ ആയിരിക്കുന്ന ഓരോ നിമിഷവും ദൈവമേ, പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ശക്തമായി വ്യാപരിക്കപ്പെടുവാൻ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ കേട്ട് ദൈവിക അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും സ്വീകരിച്ച് ഈ ആലയം വിട്ട് പിൻവാങ്ങുവാൻ എല്ലാ പ്രിയപ്പെട്ടവരോടും അവിടുന്ന് മനസ്സറിയണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയാതെ ഭവനങ്ങളിലും മറ്റിടങ്ങളിലും ആയിരിക്കുന്നവരുണ്ട്, ആശുപത്രിയിലായിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും ദൈവമേ അവിടുന്ന് സമാശ്വസിപ്പിക്കണമേ. തുടർന്നുള്ള ആരാധനകളിൽ ഒരുമിച്ച് പങ്കെടുക്കുവാനും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനും ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് സ്തോത്രം അർപ്പിക്കാമോ? നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് സ്തോത്രം അർപ്പിക്കാമോ?
ലഭിച്ചിരിക്കുന്ന നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒരുപാട് ജനജീവിതങ്ങൾ പ്രകൃതിക്ഷോഭം മുഖേന കഷ്ടപ്പെടുമ്പോൾ അപ്രകാരമുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് വളരെയധികം ഭയത്തോടും ഭീതിയോടും കൂടെ ആയിരിക്കുമ്പോൾ ദൈവമേ, ഞങ്ങളെ സമൂഹത്തെ മുഴുവനും അവിടുന്ന് അതിൽ നിന്ന് വിടുവിക്കുകയും ദൈവത്തിന്റെ ആശ്വാസം നൽകി പുലർത്തുകയും ചെയ്യണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷാൽ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്ന ആ പ്രകൃതിക്ഷോഭത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുകയും അതിന്റെ പ്രതിസന്ധികൾ മുഖേന ജീവിതങ്ങൾ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് യാചിക്കാമോ? നമ്മുടെ രാജ്യം, വിശേഷാൽ നമ്മുടെ സംസ്ഥാനം വളരെ കഠിനമായ കോവിഡ് ഭീതിയിലായിരിക്കുമ്പോൾ അതിനെ അവിടുന്ന് നിയന്ത്രിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങളായിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഭദ്രമായി പൊതിയുകയും ചെയ്യണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി സ്തുതിക്കാം. എല്ലായിടവും ദൈവത്തിന്റെ സമാധാനവും ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ വ്യാപ്തിയും നിറഞ്ഞു നിൽക്കുവാൻ ദൈവമേ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിന്റെ വൈവിധ്യമാകുന്ന ആവശ്യങ്ങളെയും അപേക്ഷകളെയും ദൈവം മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല അനുഗ്രഹത്തിന്റെയും ഉറവിടമാകുന്ന ഞങ്ങളുടെ ദൈവമേ, ഈ മനോഹരമായ വിശുദ്ധ ദിവസം ഒരുമിച്ച് ഞങ്ങൾക്ക് ദൈവാലയത്തിൽ വന്ന് അങ്ങയെ ആരാധിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും സ്വർഗമേ അവിടുന്ന് നൽകിയ എല്ലാ മുഖാന്തരങ്ങൾക്കായും അവിടുത്തേക്ക് കോടാനുകോടി സ്തോത്രം അർപ്പിക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ പങ്കെടുത്ത എല്ലാവരെയും ഞങ്ങൾ ആളാപ്രതി ഓർമ്മിച്ച് പ്രാർത്ഥിക്കുന്നു. വന്നതിനും അധികമായ ദൈവത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിച്ച് ദൈവസന്നിധിയിൽ വിനയത്തോടെ ജീവിപ്പാൻ ദൈവാരാധനകളിലുള്ള നന്മകൾ ശക്തമായി അനുഭവിച്ച് എല്ലാ കാലവും അങ്ങേക്ക് മഹത്വം അർപ്പിച്ച് ജീവിപ്പാൻ അവിടുന്ന് പ്രിയപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധന ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിച്ച് നൽകണമേ. ആരാധനയിലൂടെ ഞങ്ങൾ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത്, അങ്ങയുടെ നാമത്തെ പാടി മഹത്വപ്പെടുത്തുന്നത്, ഇവയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന് നന്മയായി പരിണമിക്കപ്പെടുവാൻ, ഞങ്ങളുടെ ജീവിതത്തിന്റെ നന്മയ്ക്കും അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരുവാൻ സ്വർഗമേ അവിടുന്ന് സഹായിക്കുന്ന എല്ലാ കൃപകൾക്കായും സ്തോത്രം. ഈ ആരാധനയിൽ പങ്കെടുത്ത് ദൈവമേ മുൻപാകെ വിനയപ്പെട്ട് ദൈവമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന, അങ്ങയോട് കണ്ണുനീരൊഴുക്കുന്ന, അങ്ങയോട് തങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ സമയം അവിടുന്ന് അത്ഭുതത്തിന്റെ, അനുഗ്രഹത്തിന്റെ, വിടുതലിന്റെ മഹാമാരിയായിരിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന അവിടുത്തെ വചനത്തിൻ പ്രകാരം ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ അനുഗ്രഹ സ്പർശം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ശക്തമായി അനുഭവിക്കുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടത്തിൽ വളരെയും വേദനയോടുകൂടെ കണ്ണുനീരിന്റെ അനുഭവത്തിൽ കടഭാരത്താൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാകാം. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് പരിപൂർണമായ സൗഖ്യവും ആശ്വാസവും എന്റെ യേശുവേ അങ്ങയുടെ സന്നിധിയിൽ നിന്നും ശക്തമായി അനുഭവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങളുടെ ഇടവകയിൽ രോഗികളായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർമ്മിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. എല്ലാവിധമായ രോഗങ്ങളെയും ഭാരങ്ങളെയും അവിടുന്ന് പൂർണ്ണമായും അകറ്റുകയും ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ കരം എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ വർഷിപ്പിക്കുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. രാജേൻ എന്ന പ്രിയ പിതാവിന് വേണ്ടി സ്തോത്രം. ബേബി സരോജം എന്ന പ്രിയ മാതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സരോജിനി എന്ന പ്രിയ മാതാവിന് വേണ്ടി സ്തോത്രം. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുത്തെ കൃപയിൽ കാക്കണമേ. എല്ലാവിധമായ രോഗങ്ങളെയും ഭാരങ്ങളെയും
പൂർണ്ണമായും മാറ്റപ്പെടുത്തുവാൻ, പരിപൂർണമായ സൗഖ്യം അനുഭവിച്ച് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് എന്ന പ്രിയ പിതാവിന് വേണ്ടി സ്തോത്രം. ഷൈനിന് വേണ്ടി ഞങ്ങൾ സ്തുതിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണം. എല്ലാവിധമായ ഭാരങ്ങളെയും വേദനകളെയും പരിപൂർണമായും അകറ്റി അവിടുത്തെ കൃപയാൽ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. സുനജ എന്ന പ്രിയ മകൾക്ക് വേണ്ടി സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ആശുപത്രിയിലായിരുന്നു. നൽകിയ സൗഖ്യത്തിനായി സ്തുതിക്കുന്നു. പൂർണ്ണാരോഗ്യത്തോടെ സൗഖ്യത്തോടെ അവിടുന്ന് കാക്കണമേ. നൽകിയിരിക്കുന്ന ഉദരഫലത്തെ അവിടുന്ന് വാഴ്ത്തണം. ഒരു തരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുവാൻ അവിടുന്ന് ഇടയാക്കരുത്. അവിടുത്തെ കൃപയിൽ ഭദ്രമായി അവിടുന്ന് കാത്തു പരിപാലിക്കുകയും ഉചിതമായ സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട വിടുതൽ അനുഭവിക്കുവാൻ തലമുറയുടെ സൗഭാഗ്യം കണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ യേശുവെ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിരിക്കുന്ന മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയിൽ അങ്ങ് എല്ലാവരെയും ഭദ്രമായി കാത്തു പരിപാലിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ഞങ്ങൾക്ക് നൽകുന്ന തലമുറയുടെ സൗഭാഗ്യത്തിനായി കോടാനുകോടി സ്തോത്രം അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിൽ ഒരുപാട് പേർക്ക് അവിടുന്ന് തലമുറയുടെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്നുവല്ലോ. പ്രസവാനന്തര ശുശ്രൂഷയിലായിരിക്കുന്ന അപ്രകാരമുള്ള എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുകൾ അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിക്കുവാൻ സഹായിക്കണമേ. അഞ്ജനയ്ക്ക് വേണ്ടി കുടുംബത്തിനായി സ്തോത്രം. ആര്യയ്ക്ക് വേണ്ടി കുടുംബത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. രമ്യയ്ക്ക് വേണ്ടി കുടുംബത്തിനായി സ്തോത്രം. മാധുവിനെ കുടുംബമായി ഓർമ്മിച്ച് പ്രാർത്ഥിക്കുന്നു. ഷീജയെ കുടുംബമായി ഓർമ്മിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നൽകിയിരിക്കുന്ന തലമുറയുടെ നന്മകൾക്കായി കോടാനുകോടി സ്തോത്രം അർപ്പിക്കുന്നു. എല്ലാ കാലവും ദൈവമേ അവിടുന്ന് നൽകിയിരിക്കുന്ന നന്മകൾ ദൈവത്തിന്റെ വലിയ ദാനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ ശരീര താഴ്മയോടും സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥനെ ജാസ്മിൻ എന്ന പ്രിയ പൈതലിനെ ഞങ്ങൾ ഈ സമയം ഓർമ്മിച്ച് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രിയ പൈതലിന്റെ ജീവിതത്തിന്മേൽ അവിടുന്ന് കൃപയെ പകരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടലുകൾ പ്രിയ മകളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആവാഹിക്കപ്പെടുവാൻ, പരിപൂർണമായ സൗഖ്യം അനുഭവിച്ച് വയറുവേദനയുടെ എല്ലാ പ്രയാസങ്ങളെയും മറ്റുള്ള എല്ലാവിധമായ പ്രതിസന്ധികളെയും നസറേയ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറ്റപ്പെടുത്തുവാൻ അവിടുന്ന് ശക്തമായി ഈ സമയം ഇടപെടണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഇടത്ത് ദൈവമേ അങ്ങയുടെ ദൂതഗണങ്ങളുടെ സംരക്ഷണവും കാവലും അവിടുന്ന് അയക്കണമേ. ലഭിക്കുന്ന ചികിത്സകൾ, ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ എന്റെ ദൈവമേ അങ്ങയുടെ ചങ്കിലെ രക്തവും അങ്ങയുടെ ശരീരത്തിലെ മാംസവുമായി തീരുവാൻ പ്രിയ പൈതലിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ സൗഖ്യം ഈ സമയം മുതൽക്ക് അനുഭവിക്കുവാൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തമ്പുരാനോട് അപേക്ഷിക്കുമ്പോൾ എന്റെ യേശുവേ അവിടുന്ന് മനസ്സറിയണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. പ്രിയ പൈതലിന്റെ ജീവിതത്തിൽ ഈ സമയം മുതൽക്ക് ദൈവത്തിന്റെ അളവില്ലാത്ത നന്മകൾ അനുഭവിച്ച് അങ്ങേ ആരാധിച്ച് ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങൾ കൊണ്ട് നെടുവേർപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം. അധ്വാനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ, കായികമായി അധ്വാനിക്കുന്നവരെ, ബിസിനസ്സുകൾ ചെയ്ത് ഉപജീവനമാർഗം നയിക്കുന്നവരെ, വാഹനങ്ങൾ ഓടിച്ച് കുടുംബത്തെ പുലർത്തുന്ന, വിദേശങ്ങളിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും സ്തോത്രം. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. അവിടുത്തെ ബലമുള്ള കരങ്ങള് എല്ലാവരെയും ഭദ്രമായി പൊതിഞ്ഞ് സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഹജമായ ക്ഷീണങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വാർദ്ധക്യ സഹജമായ എല്ലാ രോഗങ്ങളെയും ക്ഷീണങ്ങളെയും എന്റെ യേശുവേ അങ്ങയുടെ അധികാരമുള്ള നാമത്തിൽ അവിടുന്ന് പരിപൂർണമായി അകറ്റി അങ്ങയുടെ കൃപ, അങ്ങയുടെ ആശീർവാദം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യാപരിക്കപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമക്കൾക്ക് വേണ്ടി സ്തുതിക്കുന്നു. ബാലാറ്റൊക്കെയും എല്ലാവരെയും അവിടുന്ന് വിടുവിച്ചു കാക്കണമേ. നാഥ, യവന മക്കൾക്ക് വേണ്ടി സ്തുതിക്കുന്നു. യവന കാലഘട്ടത്തിൽ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന്റെ മക്കളുള്ള നന്മകൾ അനുഭവിച്ച് ജീവിക്കും
ജീവിപ്പാൻ അവിടുന്ന് എല്ലാ പ്രിയപ്പെട്ടവരോടും സഹായിക്കണമേ. ഞങ്ങളുടെ ഈ ദേശത്തിനായി സ്തോത്രം. ഈ ദേശത്ത് ആരെങ്കിലും കണ്ണുനീരോടെ വേദനയോടുകൂടെ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപയിൽ കാക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിനായി മഹായിടവയ്ക്ക് വേണ്ടി സ്തോത്രം. എല്ലാവിധമായ പ്രവർത്തനങ്ങളെയും എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് മാനിക്കണമേ. ബിഷപ്പ് തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഔദ്യോഗിക ഭാരവാഹികൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷകളെ അവിടുന്ന് മാനിച്ച് അവിടുത്തെ കൃപയിൽ കാക്കണമേ. ഞങ്ങളുടെ മഹായിടവയുടെ എല്ലാ സ്ഥാപനങ്ങൾക്കായും എല്ലാ സഭകൾക്കായും സ്തോത്രം. മഹായിടവയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ബോർഡ് ഫോർ മിഷൻ ആൻഡ് ഇവാഞ്ചലിസത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കായും അവിടത്തേക്ക് കോടാനുകോടി സ്തോത്രം അർപ്പിക്കുന്നു. നാഥ, ഞങ്ങളുടെ സംസ്ഥാനത്തെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്ത് വളരെ കഠിനമായ കോവിഡ് വ്യാപനം ഉണ്ടായിരിക്കുമ്പോൾ നാഥ, അവിടുന്ന് അതിനെയൊക്കെയും പരിപൂർണമായും ഇല്ലായ്മ ചെയ്യുവാൻ അവിടുന്ന് ശക്തിയുള്ളവരെന്ന് തിരിച്ചറിയുന്നു. അവിടുന്ന് നിയന്ത്രിക്കണമേ, അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ, അവിടുന്ന് പരിപൂർണമായും അതിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിക്കണമേ. അതിന്റെ പ്രതിരോധ വാക്സിനേഷനൊക്കെ ഏറ്റവും ഫലപ്രദമായി തീരുവാൻ അവിടുത്തേക്ക് ഇഷ്ടമുണ്ടാകണം. അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിലായിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ, നിയമപാലകർ, ഭരണ നേതൃത്വത്തിലുള്ളവർ എല്ലാവർക്കായും സ്തോത്രം. വിശേഷാൽ ഞങ്ങളുടെ ഇടവക അംഗമായിരിക്കുന്ന റീനാസുലിന് വേണ്ടി സ്തുതിക്കുന്നു. അവിടുന്ന് ശക്തീകരിക്കുകയും അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഭദ്രമായി കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യേശുവേ, ഞങ്ങൾക്ക് ലഭിക്കുന്ന നല്ല കാലാവസ്ഥയ്ക്കായി സ്തോത്രം. മഴ, കെടുതികളോ പകർച്ചവ്യാധികളോ ഒന്നും ഉണ്ടാകാതെ ഞങ്ങളുടെ സമൂഹത്തെ അവിടുന്ന് സംരക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ രാജ്യത്തിനായി സ്തോത്രം. ഭരണ സംവിധാനത്തിന് വേണ്ടി സ്തുതിക്കുന്നു. വിശേഷാൽ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്ന ആ പ്രകൃതിക്ഷോഭത്തെ, അതിന് ഇരയാക്കപ്പെട്ടവരെ ഒക്കെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും അവിടുത്തെ ആശ്വാസത്താൽ അവിടുന്ന് നിയന്ത്രിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി സ്തോത്രം. എല്ലാ ഭരണാധിപന്മാരെയും എല്ലാ രാഷ്ട്രങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും എല്ലായിടവും അങ്ങയുടെ സമാധാന സമൃദ്ധികളെ ആടുവാൻ അങ്ങേക്ക് ഇഷ്ടമുണ്ടാകുകയും ചെയ്യണമേ. നാഥ, ഇന്നത്തെ ആരാധനയുടെ ശേഷിച്ച സമയങ്ങളിലും അവിടുന്ന് കൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തമ്പുരാനെ, ഞങ്ങൾ എന്തെങ്കിലും അവിടുത്തോട് യാചിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അധികം നന്മകളോടെ ഞങ്ങളെ കാക്കണമേ. അധികം ദൈവാനുഗ്രഹത്തോടെ എല്ലാവരെയും കാത്തു പരിപാലിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തു മുഖാന്തരം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. യഹോവയ്ക്ക് അവിടുത്തെ നാമത്തിന്റെ മഹത്വം കൊടുപ്പിൻ. കാഴ്ചയുമായി അവിടുത്തെ സന്നിധിയിൽ ചൊല്ലുവിൻ. യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിനൊത്തവണ്ണം ഓരോരുത്തരും താന്താന്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം. ഈ സമയം ഗായക സംഘം ഒരു ഗാനം ആലപിക്കും. അപ്പോൾ സ്തോത്ര കാഴ്ച മേശമേൽ അർപ്പിക്കാവുന്നതാണ്.
സ്തോത്രവുമായി സഭയിൽ വന്നിരിക്കുന്നവർ ദശാംശ സ്തോത്രം അർപ്പിച്ചിരിക്കുന്നത് സന്തോഷ് ഭവൻ, പ്രവീൺ ആൽബിൻ നിവാസ്. മാസവരി സ്തോത്രം അർപ്പിച്ചിരിക്കുന്നത് പ്രവീൺ ആൽബിൻ നിവാസ്, സന്തോഷ് ഭവൻ. മറ്റുള്ള നേർച്ചകൾ അമൃത, സമൃദ്ധ, റീന സുനിൽ, യൂണിവേഴ്സൽ ടെലികോംസ്, അജയ്, ഗ്രേസ് വില്ല, രേഷ്മ, സുജിൻ, ഗ്രേസ് വില്ല. ജന്മദിന സ്തോത്രം അർപ്പിച്ചിരിക്കുന്നത് ഷൈലജ AS കീർത്തനം, പിടിയേരി സ്തോത്രം അർപ്പിച്ചിരിക്കുന്നത് വിജില ഫ്ലോറൻസ്, DJ ഭവൻ. പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജിമ ബാറുകൾ വിശേഷ സ്തോത്രം അർപ്പിച്ചിരിക്കുന്നു. പ്രസവാനന്തര സ്തോത്രം അർപ്പിച്ചിരിക്കുന്നത് അഞ്ജന ജിജു, DJ ഭവൻ. ഈ സമയം ഒരു പിടിപ്പണ സ്തോത്രം ഉണ്ട്, അത് അർപ്പിക്കുന്നതിന് വേണ്ടി ജിയാന സൈറ മാതാപിതാക്കളുമായി ഈ സമയം മുന്നോട്ട് ഇറങ്ങുകയാണ്. സകലാനുഗ്രഹത്തിന്റെയും ഉറവിടമാകുന്ന ഞങ്ങളുടെ സർവേശ്വര, ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി അവിടത്തേക്ക് പോരാടുവാൻ ദൈവസന്നിധിയിൽ കുടുംബമായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ സാക്ഷിക്കുന്ന, ദൈവം അംഗീകരിക്കുന്ന നന്മകളെ ഓർമ്മിച്ച് ദൈവസന്നിധിയെ വിജയപ്പെട്ടിരിക്കുന്ന ജിജിന് വേണ്ടി ഞങ്ങൾ സ്തുതിക്കുന്നു. അവന്റെ കുടുംബജീവിതത്തെ അവിടുന്ന് ഇതുവരെയും മാനിച്ച് ദൈവത്തിന്റെ അവരുടെ ആത്മനന്മകൾ കൊണ്ട് അഞ്ചനയ്ക്ക് വേണ്ടി സ്തുതിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പ്രധാനമന്ത്രി ശുശ്രൂഷയായിരുന്നു പ്രിയമരുടെ അവിടുന്ന് അധികമധികം ആരോഗ്യത്തോടെ അവർക്ക് കാരണമായി നൽകിയിരിക്കുന്ന ജിയാന സൈറ എന്ന പ്രിയ പൈതലിനെ ഞങ്ങൾ ഈ സമയം അവിടുത്തെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. സഭയിലേക്ക് ഞങ്ങൾ പ്രിയ പൈതലിനെ ഈ സമയം സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ അളവില്ലാത്ത നന്മകൾ ഈ പൈതലിലൂടെ ഞങ്ങളുടെ സഭയ്ക്കും ആ കുടുംബത്തിന് ദേശത്തിന് അനുഗ്രഹിക്കപ്പെടുവാൻ അവിടത്തേക്ക് ഉണ്ടാകണം. ആയിരാരോഗ്യ സൗഖ്യത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തമ്പുരാനെ ഈ പ്രിയ പൈതലിനെയും സഹായിക്കണമെന്ന് ഇപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ സാക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ. അത്ഭുതമായ വിശേഷാൽ സ്തോത്ര വഴിപാടുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, ഇതേ ദിവസം അർപ്പിച്ചിരിക്കുന്ന എല്ലാ സ്തോത്ര വഴിപാടുകളെയും അവിടുന്ന് സ്വീകരിക്കണമേ. അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും ശക്തമായി ഓരോരുത്തരുടെയും ജീവിതത്തിൽ അർപ്പിച്ചിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അനുഭവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. വലുതും ചെറുതുമായിരിക്കുന്ന അർപ്പണങ്ങൾ അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അർപ്പിച്ച എല്ലാവരും അനുഗ്രഹീതരാകുവാൻ അവിടുത്തേക്ക് ഇഷ്ടമുണ്ടാകണമേ. യേശുവെ പിടിപ്പണ സ്തോത്രം അർപ്പിച്ചിരിക്കുന്ന ജിയാന സൈറ എന്ന പ്രിയ പൈതലിന് വേണ്ടി സ്തോത്രം. ചെറുപ്പം മുതൽക്കേ അവിടുത്തെ കൃപയിലും വിവേകത്തിലും പരിജ്ഞാനത്തിലും മുതിർന്നു വരുവാൻ, ദൈവ നാമത്തിന് മഹത്വവും അനുഗ്രഹവുമുള്ള പൈതലായി ജീവിപ്പാൻ യേശുവെ അവിടുന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്നേ ദിവസം ദശാംശ സ്തോത്രം അർപ്പിച്ചിരിക്കുന്ന, മാസബലി സ്തോത്രം അർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കഴിഞ്ഞ ഒരു മാസം മുഴുവൻ പ്രിയപ്പെട്ടവരുടെ അധ്വാനങ്ങളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുകയും ദൈവത്തിന്റെ അളവില്ലാത്ത നന്മകൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പുതിയ മാസത്തിൽ ഇതിലും അധികമായ ദൈവത്തിന്റെ അനുഗ്രഹവും
അളവില്ലാത്ത നന്മകളും അനുഭവിച്ച് അങ്ങേ പുകഴ്ത്തി മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ. യേശുവേ, ജന്മദിന സ്തോത്രം അർപ്പിച്ചിരിക്കുന്ന ശൈലജ കീർത്തനം എന്ന പ്രിയ മകൾക്ക് വേണ്ടി സ്തോത്രം. അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. കഴിഞ്ഞ ഒരു വർഷം മുഴുവനും ദൈവമേ, അങ്ങയുടെ അളവില്ലാത്ത നന്മകൾ കൊണ്ട് അവിടുന്ന് നിറച്ചതുകൊണ്ട് അങ്ങേക്ക് കോടാനുകോടി സ്തോത്രം അർപ്പിക്കുന്നു. പുതിയ വർഷത്തിൽ ഇതിനും അധികമായ നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ സാക്ഷ്യമുള്ള ജീവിതം ഇനിയും തുടരുവാൻ അവിടുന്ന് സഹായിക്കണമേ. യേശുവേ, പ്രാർത്ഥന ആവശ്യപ്പെടുന്ന മഞ്ജിമ ബാറുവിളാകം എന്ന പ്രിയ മകൾക്ക് വേണ്ടി സ്തോത്രം. എല്ലാവിധമായ ഭാരങ്ങളെയും അവിടുന്ന് അകറ്റണമേ. പ്രാർത്ഥനയുടെ ഉദ്ദേശമൊക്കെയും എന്റെ യേശുവെ അവിടുന്ന് അറിയുന്ന കൃപയ്ക്കായി സ്തോത്രം. സർവ്വവിധ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് അവിടുന്ന് നിറയ്ക്കണമേ. പിടിയേരി സ്തോത്രം അർപ്പിച്ചിരിക്കുന്ന വിജില ഫ്ലോറൻസ് DJ ഭവൻ എന്ന പ്രിയ ടീച്ചർക്കായി സ്തോത്രം. അവിടുന്ന് അനുഗ്രഹിക്കണമേ. അർപ്പിതമായ എല്ലാ സ്തോത്രവും അവിടുത്തേക്ക് മഹത്വകരമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. മറ്റുള്ള എല്ലാ വഴിപാടുകൾക്കായി സ്തോത്രം. രേഷ്മ സുജിൻ ഗ്രേസ് വില എന്ന പ്രിയമകൾക്ക് വേണ്ടി സ്തുതിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണം. ശാരീരികമാകുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഈ നാളുകൾ ശക്തമായി അനുഭവിച്ചുകൊണ്ട് കുടുംബജീവിതത്തിന് വേണ്ടുന്ന എല്ലാ നന്മകളും അനുഭവിക്കുവാൻ തമ്പുരാനെ അവിടുന്ന് സഹായിക്കണമേ. അജേഷ് ഗ്രേസ് വില എന്ന പ്രിയ മകന് വേണ്ടി സ്തോത്രം. അവിടുന്ന് മാനിക്കണം. യേശുവെ, അവന്റെ അധ്വാനങ്ങളെ മാനിക്കണം. അധ്വാനിപ്പാനുള്ള സുഖവും ബലവും ദീർഘായുസ്സും കൊണ്ട് നിറച്ച വാഹന യാത്രയിലൊക്കെയും ദൈവമേ അങ്ങയുടെ സുരക്ഷിതത്വം നൽകി കാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യൂണിവേഴ്സൽ ടെലികോംസ് എന്ന പ്രിയ സ്ഥാപനത്തിനായി സ്തോത്രം. ആ സ്ഥാപനത്തിന്റെ എല്ലാവിധമായ ശുശ്രൂഷകളെയും സേവനങ്ങളെയും അവിടുന്ന് മാനിക്കുകയും ഒരുപാട് പേർക്ക് അതിലൂടെയുള്ള നല്ല സേവനങ്ങളും നന്മകളും അനുഭവിപ്പാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. അതിന്റെ പ്രവർത്തകർക്കായി സ്തോത്രം നടത്തുന്ന പ്രിയ മകനെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അമൃത, സമൃദ്ധ, റീനാസുൽ എന്നീ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരെ അവിടുന്ന് മാനിക്കണം. യഥാക്രമം അവരുടെ പഠനങ്ങളിലും ഔദ്യോഗിക മേഖലകളിലും ദൈവത്തിന്റെ സജീവ സാമീപ്യവും സാന്നിധ്യവും നൽകി അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. യേശുവെ, ഞങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ക്ഷമിക്കണം. അധികം നന്മകളോട് പുലർത്തണം. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നത് ദൈവത്തോന്നി കേൾക്കണമേ. ആമേൻ. പരസ്യങ്ങളായി സഭയെ അറിയിക്കേണ്ട കാര്യങ്ങൾ വേഗത്തിൽ അറിയിക്കുന്നു. ഈ ആഴ്ചയിൽ നടന്നു വരുന്ന അതുപോലെ നടന്നു വരുന്ന എല്ലാ ആരാധനകളും അതാത് സമയങ്ങളിൽ ഉണ്ടായിരിക്കും. ബുധനാഴ്ചയുള്ള പ്രാർത്ഥനാ കൂട്ടായ്മ വൈകുന്നേരം 7 മണിക്കും ശനിയാഴ്ച ഉള്ള സ്ത്രീജന സംഘടനയുടെ ആരാധന വൈകുന്നേരം 5:30 അതിനുശേഷം 6:30 ഒരുക്ക ആരാധനയും ഉണ്ടായിരിക്കും. താല്പര്യമുള്ള എല്ലാ ജനങ്ങളും ഈ ആരാധനകളിൽ പങ്കെടുക്കുവാൻ ഏറ്റവും സ്നേഹത്തോടെ അർപ്പിക്കുന്നു. ഒരുക്ക ആരാധനയ്ക്ക് ശേഷം കൊയർ പ്രാക്ടീസും ഉണ്ടായിരിക്കും. എല്ലാ കൊയറംഗങ്ങളും താല്പര്യമുള്ളവർ പങ്കെടുക്കുവാൻ സ്നേഹത്തോടെ അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ച മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ചയാണെന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാം. മാസവരി സ്തോത്രം അർപ്പിക്കേണ്ടുന്ന ദിവസമാണ്. എല്ലാവരും മാസവരി സ്തോത്രവുമായി അന്നേ ദിവസം സഭയിൽ വരുവാൻ ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുന്നു. ആരാധനയ്ക്ക് ശേഷം അന്നേ ദിവസം ഇടവകൾ കമ്മിറ്റിയുടെ ഒരു സാധാരണ യോഗവും ഉണ്ടായിരിക്കുന്നതാണ്. ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഈ വർഷത്തെ നമ്മുടെ അർദ്ധവാർഷിക ലേലം ആരാധനയോടനുബന്ധിച്ച് സഭയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ചെയ്യണമേ എന്ന് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുന്നു. എല്ലാവരുടെയും വളരെ ശക്തമായ പ്രാർത്ഥനയും സഹകരണവും ലേല ശുശ്രൂഷയിൽ ഉണ്ടാകണമെന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ദിവസം ആരാധനയോടനുബന്ധിച്ച് മണ്ണക്കൽ CSI ഇടവകാംഗങ്ങൾ ഒരു ബിരിയാണി ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മെ സമീപിച്ചു. ഇന്നേ ദിവസം 9:30 സാധനം എത്തുമെന്നാണ് അറിയുക. എല്ലാവരും അത് വളരെയധികം ഓർക്കുക. കാശുകൾ നൽകണമെന്നുള്ളവർ നൽകണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്നേ ദിവസം ആരാധനയ്ക്ക് ശേഷം CUF-ന്റെ ഈ മാസത്തെ ചുറ്റി ആരാധനയ്ക്ക് ശേഷം നടക്കും. എല്ലാവരും അത് ഓർക്കുക. നമുക്കെല്ലാവർക്കും ഈ സമയം എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ ആർപ്പിൻ നാദം ഉയരുന്നതാ ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വത്തിന്റെ രാജൻ എഴുന്നള്ളുന്നു, കൊയ്ത്തിന്റെ അധിപനവൻ എന്നാരംഭിക്കുന്ന 532-ാമത്തെ ഗീതം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഗായക സംഘത്തോടൊപ്പം ചേർന്ന് കരങ്ങളടിച്ച് ആരംഭിക്കാം.
വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന തമ്പുരാനെ, ഈ സമയം അവിടുത്തെ വചനധ്യാനത്തിന് വേണ്ടി ഞങ്ങൾ തിരുമുൻപാകെ വിനയപ്പെടുന്നു, വിനയാന്വിതരാകുന്നു. ദൈവത്തിന്റെ അളവില്ലാത്ത നന്മകൾ ശക്തമായി വചന കേൾവിയിലൂടെ എല്ലാ ജനങ്ങളും അനുഭവിക്കുവാൻ യേശുവെ അവിടുന്ന് സഹായിക്കണം. വചനം അവിടുത്തേത്, സംസാരിക്കുന്ന അടിയൻ അവിടുത്തേത്, കേൾവിക്കാരായിരിക്കുന്ന പ്രിയ ജനങ്ങളും അവിടുത്തേത്. എല്ലാവരെയും അവിടുന്ന് ഈ പകൽ സമയം നിയന്ത്രിച്ച് അവിടുത്തെ നന്മകളും അനുഗ്രഹങ്ങളും ശക്തമായി അനുഭവിച്ച് നന്ദിയോടെ ആരാധനയിൽ നിന്ന് പിൻവാങ്ങുവാൻ സഹായിക്കണമെന്ന് യേശു ക്രിസ്തു മുഖാന്തരം അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ആരാധനയുടെ ഭാഗമായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ ഏറ്റവും കൃത്യമായ സ്വാഗതവും സന്തോഷവും ഞാൻ പ്രാരംഭമേ പങ്കുവയ്ക്കുകയും നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ദക്ഷിണേന്ത്യ സഭ ഇന്ന് ദിവസം ചിന്തയ്ക്ക് ആധാരമായി നൽകിയിരിക്കുന്ന വിഷയം പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ മുറിവിൻ്റെ അടയാളം എന്ന വിഷയമാണ്. പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ മുറിവിൻ്റെ അടയാളം. ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ചില വചനങ്ങളെയും നിങ്ങളുടെ മുൻപിൽ ഓർത്തിണക്കി ചില ഓർമ്മകൾ മാത്രം പങ്കുവെച്ച് ഞാൻ എൻ്റെ ധ്യാനത്തെ ഇന്ന് ദിവസം അവസാനിപ്പിക്കാം എന്നാണ് കരുതുക. പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ മുറിവിൻ്റെ അടയാളം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, കാലിക സമൂഹത്തിൽ ഒരുപാട് വിമർശിക്കപ്പെടുന്ന, ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് വിധേയപ്പെടുന്ന, ഒരുപാട് വെല്ലുവിളികൾക്ക് കാരണമായി തീരുന്ന ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് പട്ടത്ത് ശുശ്രൂഷ അഥവാ പൗരോഹിത്യം എന്ന് പറയുക. ഒരുപാട് കാലോചിതമാകുന്ന ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സങ്കീർണതകളും ഒക്കെ ഈ ഒരു മേഖലയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. സഭയും മതാധിഷ്ഠിത സമൂഹവും ഒക്കെയും സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ അതിന്റെ മാറ്റൊലി കൊണ്ടാകാം, അതിന്റെ സ്വാധീനം കൊണ്ടാകാം ഈ പൗരോഹിത്യ ശുശ്രൂഷയും സമൂഹത്തിൽ ഒരുപാട് അവഹേളിക്കപ്പെടുവാൻ കാരണമായി തീരുക. കാരണങ്ങൾ അതിന് ഒരുപാടുണ്ടാകാം. അതിനുവേണ്ടി കടന്നു വരുന്നവരുടെ സ്വയത്യാഗപൂർണമായ അല്ലെങ്കിൽ ആത്മസമർപ്പണത്തിന്റെ കുറവുണ്ടാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രൊഫഷണലിസത്തിന്റെ സ്വാധീനമാകാം. ഇന്ന് ഏതൊരു മേഖലയെയും പോലെ പൗരോഹിത്യവും കേവലം ഒരു പ്രൊഫഷനായി കണ്ട് പൗരോഹിത്യത്തിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണം ഒട്ടും ചെറുതല്ല. അവരുടെ ജീവിതത്തിൽ സ്വാഭാവികമായും ത്യാഗം കുറയും, ആത്മാർത്ഥതയുടെ അഭാവവും ഉണ്ടാകും. ഇത് കേവലം ഒരു പ്രൊഫഷനായി കാണുന്നവരുടെ ജീവിതത്തിൽ. ഞാൻ ഇത് പറഞ്ഞു വയ്ക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുക, മറ്റ് എല്ലാ മേഖലയിലേതും പോലെ ഈ മേഖലയിലും ഇന്ന് ശക്തമായ മത്സരമുണ്ട്. ഒരു സഭയിൽ ഒരു പുരോഹിതനെ നിയമിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അവിടെ അന്വേഷിക്കപ്പെടുന്നത്, ചിലർ അന്വേഷിക്കും അച്ഛൻ നമ്മോട് കൂടെ നിൽക്കുമോ എന്നാണ് അന്വേഷിക്കുക. എന്നാൽ ചിലർ അന്വേഷിക്കും പുരോഹിതൻ നന്നായി വിസിറ്റ് ചെയ്യുമോ, നന്നായി പ്രാർത്ഥിക്കുമോ, നന്നായി ആരാധന നടത്തുമോ. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മത്സര സ്വഭാവം അറിഞ്ഞോ അറിയാതെയോ ഇതിന്റെ ഇടയിലും വന്നു പോയിട്ടുണ്ട്. ഇതൊക്കെയും ഇന്ന് പൗരോഹിത്യം മറ്റുള്ളവരുടെ ഇടയിൽ അവഹേളിക്കപ്പെടുവാൻ കാരണമായിട്ടുണ്ടാകാം. പ്രതിസന്ധികൾ അനവധി ഉണ്ടെങ്കിലും, പ്രതിസന്ധികളും പോരാട്ടങ്ങളും ഇടമില്ലാത്ത രീതിയിൽ ഉണ്ടെങ്കിലും പൗരോഹിത്യം കേവലം ചില നാളുകൾ കൊണ്ട് അവസാനിക്കുകയോ ചില വർഷങ്ങൾ കൊണ്ട് നശിക്കുകയോ ചെയ്യുമെന്ന് നമുക്ക് ആർക്കും വിശ്വസിച്ചുകൂടാ. കാരണം വേദപുസ്തകത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, വചനം നമ്മെ പഠിപ്പിക്കുന്നത് അപ്രകാരമാണ്. പഴയ നിയമം കരുതി വെച്ച ആ പൗരോഹിത്യത്തിന്റെ എല്ലാ പ്രാധാന്യവും എല്ലാ അർത്ഥങ്ങളും ഇന്നും നമ്മുടെ സമൂഹത്തിൽ പൗരോഹിത്യത്തിന് കൽപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും വാസ്തവമാണ്.
ഒരു വശത്ത് പൗരോഹിത്യം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്, ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയപ്പെടുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് പൗരോഹിത്യം ഒരുപാട് ബഹുമാനിക്കപ്പെടുന്നു, ഒരുപാട് ആദരിക്കപ്പെടുന്നു. ഇത് രണ്ടും വളരെ സമ്മിശ്രമായി ഈ പൗരോഹിത്യത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ആദിമ കാലഘട്ടങ്ങളിൽ ലേവ്യ ഗോത്രങ്ങളിൽ നിന്നുമാണ് പൗരോഹിത്യത്തിലേക്ക് ജനങ്ങളെ പ്രവേശിപ്പിച്ചിരുന്നത്. കേവലം ഒരു ഗോത്രത്തിൽ നിന്ന് മാത്രം പൗരോഹിത്യം ശുശ്രൂഷ ചെയ്യുവാൻ ജനങ്ങളെ സ്വീകരിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല. എല്ലാ സമൂഹത്തിൽ നിന്നും, എല്ലാ വിഭാഗത്തിൽ നിന്നും, എല്ലാ തലങ്ങളിൽ നിന്നുള്ള ജനങ്ങളെ വിശുദ്ധീകരിച്ച് ദൈവത്തിന്റെ പട്ടത്വ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന ഏറ്റവും പരിപാവനമായ ഒരു ശുശ്രൂഷയാണ് പൗരോഹിത്യം എന്ന് പറയുക. അപ്പോസ്തലനായ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മോട് വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്ന, പഠിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്: നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗം എന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളുമൊക്കെ ദൈവത്തിന്റെ രാജകീയ പുരോഹിത വർഗമാണ്. എന്നാൽ പൗരോഹിത്യം വ്യത്യാസപ്പെടുന്നത് സഭയുടെ ഉദാശകൾ അനുഷ്ഠിക്കുവാൻ, സഭയുടെ മതാധിഷ്ഠിതമാകുന്ന ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ വേണ്ടി ചിലരെ അഭിഷേകം ചെയ്ത് വേർതിരിക്കുമ്പോൾ അവർ പുരോഹിതരായി മാറ്റപ്പെടും. ഈ പൗരോഹിത്യത്തിന് മറ്റുള്ള ജനങ്ങളിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാം. ഈ സിനിമകളൊക്കെ കാണുമ്പോൾ ചില രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും ആയിരിക്കില്ല, കഷത്ത് ഒരു ഡയറിയും ഒക്കെ വന്ന് പോലീസുകാരോട് മെക്കിട്ട് കയറുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ അറിയാം. അവരൊക്കെയും പറയുന്ന ഒരു പദമുണ്ട്: ഞാൻ വിചാരിച്ചാൽ നിന്റെ ഈ തൊപ്പി ഊരി വെക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു സമൂഹമുണ്ട്. എന്നാൽ പൗരോഹിത്യം എന്ന് പറയുന്നത് അപ്രകാരം ചിലരെ കൊണ്ട് ഉപേക്ഷിക്കുവാനോ, ചിലരെ കൊണ്ട് പൗരോഹിത്യത്തിൽ പ്രവേശിച്ച ഒരു വ്യക്തിയെ, ഒരു പുരോഹിതനെ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ ഒരുപാട് നടപടിക്രമങ്ങൾ ഉണ്ട്. അത് കേവലം ഒരു വ്യക്തിയോ ഒരു സമൂഹമോ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യമാണ്. ഒരുപാട് സാഹചര്യങ്ങൾക്ക് ശേഷം, ഒരുപാട് പ്രൊസീജിയറിന് ശേഷം തിരുമേനി പാസാക്കിയ പ്രബന്ധം അത് സിനഡിനെ അയക്കുകയും സിനഡ് പാസാക്കിയിട്ടൊക്കെയാണ് അങ്ങനെ ചെയ്യാറ്. അങ്ങനെ പൗരോഹിത്യം മാറ്റി നിർത്തിയ പുരോഹിതന്മാർ വളരെ അപൂർവമാണ്, ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ, മതവിശ്വാസത്തിന് എതിരെ നിൽക്കുന്നവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്താറുണ്ട്. എന്നാൽ പൗരോഹിത്യം ദൈവം അഭിഷേകം ചെയ്തവരെ അതിൽ നിന്ന് മാറ്റി നിർത്തുവാൻ അധികം ആരും ശ്രമിക്കാറില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഞാൻ ഇത് പറഞ്ഞത്, പൗരോഹിത്യം എന്ന് പറയുന്നത് ദൈവം തിരഞ്ഞ് വേർതിരിക്കപ്പെട്ടവരുടെ ഒരു സമൂഹമാണ്. പുരോഹിതനും ജനങ്ങളുമായി ഒരു ബന്ധമുണ്ട്, ശക്തമായ ഒരു ബന്ധമുണ്ട്. എന്നാൽ ഒരു പുരോഹിതന്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടാകുമ്പോൾ പുരോഹിതനെ വിമർശിക്കുവാനോ, പുരോഹിതന്റെ തെറ്റുകൾ മാന്യമായി ചൂണ്ടിക്കാട്ടാം, പുരോഹിതന്റെ നേരെ വിരൽ ചൂണ്ടുവാനോ കേവലം ഒരു സഭാവിശ്വാസിക്കോ സഭയുടെ ഒരു നേതൃത്വത്തിനോ അധികാരമില്ല എന്നുള്ള വസ്തുത ഞാൻ നിങ്ങളും തിരിച്ചറിയണം. കാരണം ദൈവവചനം ഓർമ്മിപ്പിക്കുന്നത് പുരോഹിതൻ ദൈവത്തിന്റെ ദൂതനാണ്, ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. ദൈവവും പുരോഹിതനും തമ്മിലാണ് ബന്ധം കൂടുതലും. പുരോഹിതൻ ചെയ്ത തെറ്റിനെ ശിക്ഷിക്കേണ്ടത് ജനങ്ങളല്ല, മറിച്ച് തമ്പുരാനാണ്. വചനം പഠിപ്പിക്കുന്നത് പുരോഹിതനും ദൈവത്തിന്റെ മുൻപാകെ കണക്ക് ബോധിപ്പിക്കേണ്ടുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുവിൻ. ഇതാണ് വചനം പഠിപ്പിക്കുക. ഞാൻ തെറ്റുകൾ ചെയ്താൽ, എന്റെ ഭാഗത്തുനിന്ന് അധർമ്മം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശിക്ഷിക്കാൻ നിങ്ങൾ യോഗ്യരല്ല, മറിച്ച് തമ്പുരാനാണ് അതിനുള്ള യോഗ്യത. നിങ്ങൾ ശിക്ഷിക്കുന്നുവെങ്കിൽ അതെനിക്ക് അനുഗ്രഹമായി മാറും. അതുകൊണ്ട് കേവലം നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ ചെയ്തികൾ കാരണം ഒരു പുരോഹിതനും അകാരണമായ അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊടുക്കാതിരിക്കാൻ നിങ്ങളെല്ലാവരും വളരെ നിർബന്ധമായും ശ്രമിക്കണം. ഇത് സ്നേഹത്തോടുകൂടെ ഞാൻ പറയുന്ന എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഈ പൗരോഹിത്യത്തിൽ പ്രവേശിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് സ്വഭാവങ്ങൾ, ഒരുപാട് ഗുണവിശേഷങ്ങൾ ഉണ്ടാകണം. അതിൽ പ്രധാനമായും വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു പുരോഹിതൻ വിശുദ്ധിയുള്ള
ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. സമൂഹത്തിൽ ഒരുപാട് അധർമ്മങ്ങളും ഒരുപാട് അവിശുദ്ധിയുടെ കൂട്ടുകെട്ടുകളും ഒരുപാട് തിന്മയുടെ പ്രവർത്തനങ്ങളും നിറമാടുമ്പോൾ സമൂഹത്തിലുള്ള പുരോഹിതൻ അതിന്റെ ഭാഗമായി തീരരുത് എന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണമെന്നും വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലേവ്യ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അഹരോനെയും പുത്രനെയും മോശ മുഖാന്തരം ദൈവം തന്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്യുന്ന കാഴ്ച നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. അവിടെ ഈ അഹരോനോടും പുത്രനോടും മോശ മുഖാന്തരം അവരെ മേലങ്കി ധരിപ്പിക്കുന്നുണ്ട്, അരയിൽ കച്ച കെട്ടുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ വിധമായ ശുശ്രൂഷകളും നിർവഹിച്ചതിന് ശേഷം ലേവ്യ 8-ന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മോശ അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. മോശ അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ളതൊക്കെയും ശുദ്ധീകരിച്ചു എന്ന് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി നമ്മെ വചനം പഠിപ്പിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പുരോഹിതർ വിശുദ്ധിയുള്ളവരായി തീരണം. കാരണം മോശ അഹരോനെ വിശുദ്ധീകരിച്ച് തന്റെ ശുശ്രൂഷയിലേക്ക്, ദൈവത്തിന്റെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത് മുതൽ ആ കൈവയ്പിന്റെ പിന്തുടർച്ചയുടെ അവകാശം ലഭിക്കുന്ന എല്ലാ പുരോഹിതന്മാരും വിശുദ്ധിയുള്ള ജീവിതം നയിക്കണമെന്ന് വേദവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു പുരോഹിതനോട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പൗരോഹിത്യം ഒരുപാട് വിമർശിക്കപ്പെടുന്ന ലൈംഗികപരമായ വിഷയങ്ങൾ കൊണ്ട് പ്രൗഢ്യമായി നിൽക്കുന്ന ഒരു സമയത്ത് പുരോഹിതനോട് അദ്ദേഹത്തിന്റെ ഏറ്റവും ആത്മാർത്ഥമായ സുഹൃത്ത് ചോദിച്ചു: പുരോഹിതന്മാർ പ്രലോഭനങ്ങളിൽ അകപ്പെടുമോ? പുരോഹിതന്മാർ പ്രലോഭനങ്ങളിൽ വീഴുമോ? അദ്ദേഹത്തിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: നിങ്ങൾക്ക് ഉണ്ടാകുന്നതിലും അധികം പ്രലോഭനങ്ങൾ പുരോഹിതന്മാർക്കുണ്ടാകാം, വീഴാനുള്ള സാഹചര്യവും ഉണ്ടാകും. എന്നാൽ ദൈവകൃപയിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രം അതിൽ നിന്നും മാറി നിൽക്കുവാൻ സാധിക്കും. ദൈവത്തിന്റെ വിശുദ്ധി സൂക്ഷിക്കുന്ന, ദൈവകൃപയുടെ വാഹകരായിരിക്കുന്ന പുരോഹിതർക്ക് മാത്രമേ കാലിക സമൂഹത്തിൽ വിമർശന വിധേയമല്ലാത്ത ശുശ്രൂഷകൾ ചെയ്യാനാകൂ എന്ന് വചനം വ്യക്തമായി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. നെഹെമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 64-ാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: ഇവർ വംശാവലി രേഖ അന്വേഷിച്ച് കണ്ടില്ലതാണ്, അതുകൊണ്ട് അവരെ അശുദ്ധരെന്നെ പൗരോഹിത്യത്തിൽ നിന്നും നീക്കിക്കളയുന്നു. ഇവർ വംശാവലി രേഖ അന്വേഷിച്ചു, എന്നാൽ കണ്ടില്ല, അതുകൊണ്ട് തന്നെ ഇവരെ പൗരോഹിത്യത്തിൽ നിന്നും ഞാൻ ഒഴിവാക്കി കളയുന്നു. കാരണം അവർ അശുദ്ധിയുള്ളവരെന്ന് ദൈവമുൻപാകെ സാക്ഷിക്കുന്നു. അതിന്റെ മുൻപിലുള്ള പാഠഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പൗരോഹിത്യത്തിന് വേണ്ടി ഒരുപാട് സമൂഹത്തിൽ നിന്നും ജനങ്ങളെ അവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ ഒരു സമൂഹം മുന്നോട്ട് വന്നപ്പോൾ അവിടെ അവർ അന്വേഷിച്ചു വന്ന പൗരോഹിത്യ രേഖയിൽ അവരുടെ പേരുകൾ ഇല്ലാത്തത് കൊണ്ട് അവർ അശുദ്ധരെണ്ണുകയും അശുദ്ധിയുള്ളവർ പൗരോഹിത്യത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ച് അവരെ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് പൗരോഹിത്യ ശുശ്രൂഷ വിശുദ്ധിയോടെ ചെയ്യേണ്ടുന്ന ശുശ്രൂഷ, വിശുദ്ധിയുള്ളവർക്ക് മാത്രം ചെയ്യേണ്ടുന്ന ഒരു ശുശ്രൂഷയാണ്. പണ്ട് CSI സഭയിലൊക്കെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ബോധനാഭിഷേക ശുശ്രൂഷയിൽ ഓരോരുത്തരെയും പ്രവേശിക്കുമ്പോൾ വിവാഹത്തിന് സ്ത്രീയോടും പുരുഷനോടും ചോദിച്ചിട്ട് സഭയോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്: ഇവർ വിവാഹത്തിന് ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ പറയണമെന്ന് പറയുന്ന ഒരു നടപടിക്രമമുണ്ട്. പണ്ടുകാലങ്ങളിൽ പൗരോഹിത്യ ശുശ്രൂഷയും അപ്രകാരമായിരുന്നു. അപ്രകാരമുള്ള ചില ചോദ്യങ്ങളും ജനങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ആരായുമായിരുന്നു.
എല്ലാ ജനങ്ങളും ഓക്കെ എന്ന് എണ്ണിയാൽ മാത്രമേ ഒരു പുരോഹിതനെ ബോധാകാഭിഷേക ശുശ്രൂഷയിൽ പ്രവേശിപ്പിക്കാറുള്ളായിരുന്നു. എന്നാൽ സഭകൾക്ക് വ്യക്തിവൈരാഗ്യം കൂടിയപ്പോൾ പുരോഹിതന്മാരോട് ദേഷ്യവും വൈരാഗ്യവും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മാത്രമാണ് അതിൽ നിന്നും മാറ്റപ്പെട്ടു പോയത്. പ്രിയമുള്ളവരെ, പൗരോഹിത്യം ദൈവം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ വിശുദ്ധിയോടെ ചെയ്യേണ്ടുന്ന ദൈവകൃപയുടെ ശുശ്രൂഷയാണ്. രണ്ട് പ്രധാനപ്പെട്ട കടമകൾ പുരോഹിതർക്കുണ്ട്. ആ രണ്ട് കാര്യങ്ങളും ഞാൻ വേദപുസ്തകാടിസ്ഥാനത്തിൽ പറഞ്ഞ് എന്റെ ചിന്തയെ അവസാനിപ്പിക്കട്ടെ. ഒന്ന്, ഒരു പുരോഹിതന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ പ്രബോധനം നൽകുക എന്നുള്ളതാണ്. ഒരു പുരോഹിതന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ പ്രബോധനം നൽകുക എന്നുള്ളതാണ്. തന്റെ മുൻപിൽ വരുന്ന ജനങ്ങൾക്ക്, സഭയിലുള്ള എല്ലാ ജനങ്ങൾക്കും കാലോചിതമായ പ്രബോധനങ്ങൾ നൽകണം, കാലോചിതമായ ഉപദേശങ്ങൾ നൽകണമെന്ന് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മലാഖി പ്രവാചകൻ 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു വാങ്ങേണ്ടതുമല്ലോ. പുരോഹിതൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം കൊണ്ട് സൂക്ഷിച്ചു വയ്ക്കേണ്ടതും അവനോട് ജനങ്ങൾ ഉപദേശങ്ങൾ ചോദിച്ച് വാങ്ങേണ്ടതുമല്ലോ എന്ന് വേദപുസ്തകത്തിൽ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രബോധനങ്ങൾ ഇഷ്ടമില്ലാത്ത ജനങ്ങളുടെ മധ്യേ, ഉപദേശങ്ങൾ ഇഷ്ടമില്ലാത്ത ജനങ്ങളുടെ മധ്യേ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ പുരോഹിതന്മാരും ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് അനുകൂലമായി ഉപദേശിക്കുകയോ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന വിധം ഉപദേശങ്ങളും പ്രബോധനങ്ങളും മാറ്റപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ വേദപുസ്തകം പറയുന്നു, പുരോഹിതൻ ദൈവത്തിന്റെ ദൂതനാണ്. നമുക്കറിയാവുന്ന ഒരു വാക്യമുണ്ട്, പുരോഹിതൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. ഇവിടെ അല്പം കൂടെ ശ്രേഷ്ഠകരമായിട്ട് പറയുക, പുരോഹിതൻ ദൈവത്തിന്റെ ദൂതനാണ്. അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ പരിജ്ഞാനം കൊണ്ട് നിറയപ്പെടണം, അവന്റെ അധരങ്ങൾ പരിജ്ഞാനം കാത്തു സൂക്ഷിക്കണമെന്ന് വേദപുസ്തകം പറയുന്നു. സഭയിലുള്ള ആരെങ്കിലും എന്തെങ്കിലും പ്രലോഭനങ്ങൾ ഉണ്ടായി സഭയുടെ പുരോഹിതനെതിരെ അസഭ്യം പുലർത്തുമ്പോൾ, അസഭ്യവർഷങ്ങൾ വാരിച്ചൊരിയുമ്പോൾ പുരോഹിതൻ ഒരു പക്ഷേ അതുപോലെ പ്രതികരിക്കാനാകും, അതുപോലെ സംസാരിക്കാനാകും. എന്നാൽ വചനം പറയുന്നു, പുരോഹിതൻ ദൈവത്തിന്റെ ദൂതനാണ്. അതുകൊണ്ട് അസഭ്യ വാക്കുകൾ പുരോഹിതന്റെ വായിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. വചനം ഒന്നുകൂടെ പറയുന്നുണ്ട്, പുരോഹിതൻ ജനത്തിന് ഉപദേശം നൽകിയില്ലെങ്കിൽ, പുരോഹിതൻ ജനത്തിന് പ്രബോധനം നൽകിയില്ലെങ്കിൽ, ആ പ്രബോധനം ജനങ്ങൾ ചോദിച്ചു വാങ്ങണമെന്ന് വേദപുസ്തക വചനം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പുരോഹിതൻ സഭയുടെ ജനങ്ങൾക്ക് ശക്തമായ ഉപദേശങ്ങൾ നൽകുവാൻ ദൈവം വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ അഭിഷിക്തനാണ്. നാം ഇന്ന് പാഠമായി വായിച്ചു കേട്ട 1 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം, അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട്. അവിടെ ശൗൽ രാജാവ് അഹീമേലെക്കിനോട് പൗരോഹിത്യത്തെ നഷ്ടപ്പെടുത്തുവാൻ, ആ പുരോഹിതന്റെ പൗരോഹിത്യത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ, കൊല ചെയ്യുവാൻ വേണ്ടി അവിടെ ശൗൽ രാജാവ് ആളയച്ച് പറയുന്നുണ്ട്. അതിന്റെ കാരണം ഒന്ന് മാത്രമായിരുന്നു. ശൗൽ രാജാവ് ഒരുപാട് കൊലപ്പെടുത്തുവാൻ വേണ്ടി അന്വേഷിച്ച് തന്റെ ശത്രുവിന്റെ ഗണത്തിൽപ്പെടുത്തിയ ദാവീദ് ഒരു ദിവസം വൈകിയപ്പോൾ ഭക്ഷണമില്ലാതെ അദ്ദേഹത്തിന്റെ പരിവാരങ്ങളുമായി ഏകദേശം 400 പേരിലധികം ഉണ്ടെന്നാണ് വചനം പറയുന്നത്. ഈ പുരോഹിതന്റെ അടുക്കൽ വന്നു. പുരോഹിതൻ നോക്കിയപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് ആലയത്തിന്റെ കാഴ്ചയപ്പം എടുത്ത് ഈ ദാവീദിനും കൂട്ടർക്കും അദ്ദേഹം വിളമ്പി നൽകി. അതിനുശേഷം വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഗോലിയാത്തിനെ കൊല്ലുവാൻ ഉപയോഗിച്ച വാളും ഇദ്ദേഹം
അദ്ദേഹത്തിന് കൊടുക്കുന്നതായി വചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അവിടെ പുരോഹിതൻ വളരെ ശക്തമായി തന്റെ ശുശ്രൂഷകൾ നിർവഹിച്ചതുകൊണ്ട്, വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് അഭയം നൽകിയതുകൊണ്ട് ഈ പുരോഹിതനെ കൊല്ലുവാൻ ജനങ്ങളോട്, ഭൃത്യന്മാരോട് ആജ്ഞാപിക്കുന്നു. അവിടെ ഭൃത്യന്മാർ തയ്യാറല്ലാതെ വരുന്നത് കൊണ്ട് ഈ ശൗൽ രാജാവിന്റെ ആടുകളെ പരിപാലിച്ചിരുന്ന ദോവേഗ് എന്ന വ്യക്തിയെ വിളിച്ച് അദ്ദേഹത്തോട് പറയുന്നു, പുരോഹിതനെ കൊന്നുകളല്ല. അദ്ദേഹം പുരോഹിതനെ കൂട്ടരെയും നിഷ്കരണം കൊന്നുകളയുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വെച്ചത്, പുരോഹിതന്മാർ ദൈവത്തിന്റെ ഉപദേശം ശക്തമായി പറയേണ്ടുന്നവരാണ്. ആരെങ്കിലും തൃപ്തിപ്പെടുത്തി പറയേണ്ടുന്നവരല്ല പുരോഹിതന്മാർ. ശക്തമായി ശരിയും തെറ്റും നന്നായി സംസാരിക്കുവാനുള്ള ധൈര്യവും പ്രചോദനവും അവർക്ക് ഉണ്ടാകണം. സംഖ്യാപുസ്തകം 18-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ യഹോവ അഹരോനോട് പറയുന്നത്, നിനക്ക് അവരുടെ ഭൂമിയിൽ ഒരു അവകാശം ഉണ്ടാകരുത്, നിനക്ക് അവരുടെ ഇടയിൽ ഒരു ഓഹരിയും അരുത്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ തന്നെ നിന്റെ ഓഹരിയും അവകാശവും ആകുന്നു. ജനങ്ങളുടെ ഇടയിൽ നിനക്ക് ഒരു അവകാശം ഉണ്ടാകരുത്, ഒരു ഓഹരിയും ഉണ്ടാകരുത്. ജനങ്ങളുടെ ഇടയിൽ ഞാൻ തന്നെ നിന്റെ അവകാശവും ഓഹരിയുമാകുന്നു എന്ന് വേദപുസ്തകത്തിൽ വചനം നമ്മെ വ്യക്തമായി നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പുരോഹിതന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ ജനങ്ങളെ പ്രബോധിപ്പിക്കുക, ജനങ്ങളെ ഉപദേശിക്കുക എന്നത് തന്നെ. രണ്ടാമത് ചിന്തിക്കുന്നത്, പുരോഹിതന്മാരുടെ രണ്ടാമത്തെ കടമ ജനത്തെ ആശീർവദിക്കുക, ജനത്തെ ആശീർവദിക്കുക. ഇത് ഒരു പുരോഹിതന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ പൗരോഹിത്യം ഒരുപാട് വിമർശിക്കപ്പെടുമ്പോഴും, പൗരോഹിത്യം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും, പൗരോഹിത്യം ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തുമ്പോഴും പുരോഹിതന്മാരുടെ ആശീർവാദം വാങ്ങാൻ ജനങ്ങൾ ആഗ്രഹിക്കാറുണ്ട്, ജനങ്ങൾ താല്പര്യപ്പെടാറുണ്ട്. പുരോഹിതൻ ഒരു വ്യക്തിയുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതും അവരുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെയും ദൈവത്തിന്റെ ആശീർവാദം ജനങ്ങൾക്ക് നൽകുവാൻ കാരണമായി തീരുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്രകാരം ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ട് പുരോഹിതന്മാരുടെ ഇടയിൽ പുരോഹിതന്മാരോട് ജനങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെടുന്നത്. കാരണം ദൈവത്തിന്റെ ദൂതനും ദൈവത്തിന്റെ അഭിഷിക്തനുമാകുന്നത് കൊണ്ട് പുരോഹിതന്റെ കൈവയ്പ് തങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം ഉണ്ടാക്കുമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വേദപുസ്തക കാനോനീകരണം സംഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതായിട്ടാണ് ഓർമ്മ. അതുകൊണ്ട് അതിന്റെ ആന്തരിക സത്യങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഈ വേദപുസ്തക കാനോനീകരണം ഉണ്ടാകുമ്പോൾ ഒരുപാട് വേദ പുസ്തക അധ്യായങ്ങൾ, പുസ്തകങ്ങൾ നമ്മുടെ ഈ ബൈബിളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ ഒരുപാട് പുസ്തകങ്ങൾ കത്തോലിക്ക ബൈബിളിൽ ഉണ്ട്. അങ്ങനെ കത്തോലിക്ക ബൈബിൾ സൊസൈറ്റി പ്രസിദ്ധീകരിക്കുന്ന അവരുടെ ബൈബിളിലുള്ള ഒരു പുസ്തകമാണ് പ്രഭാഷകൻ എന്ന് പറയുന്ന ഒരു പുസ്തകം. ഈ പ്രഭാഷകൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 45-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മോശ അവനെ വിളിച്ച്, മോശ അഹരോനെ വിളിച്ചിട്ട് വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ച് കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാനും പുരോഹിത ധർമ്മം അനുഷ്ഠിപ്പാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവന്റെ പിൻഗാമികൾക്കുമായി പൗരോഹിത്യം കൊടുത്തു എന്ന് വേദപുസ്തകത്തിൽ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ മോശ അഹരോനെ വിളിച്ചിട്ട് പുരോഹിത ധർമ്മം അനുഷ്ഠിപ്പാനും തന്റെ ജനത്തെ അവിടുത്തെ നാമത്തിൽ ആശീർവദിക്കുവാനുമായി പുരോഹിതനെ അല്ലെങ്കിൽ പൗരോഹിത്യത്തെ സ്ഥാപിച്ചു എന്ന് വചനം പറയുന്നു. പൗരോഹിത്യത്തിന്റെ കടമയാണ് ജനങ്ങളെ ആശീർവദിക്കുക, അനുഗ്രഹിക്കുക എന്നുള്ളത്. പഴയ നിയമ പാഠഭാഗം 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഒരു കാര്യം നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിന് ഏലി
ഹന്നയോട് നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ. നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇവിടെ ഏലി പ്രവാചകന്റെ മുൻപാകെ, സഭയുടെ മുൻപാകെ ഹന്ന എന്ന് പറയുന്ന സ്ത്രീ ദൈവത്തിന്റെ മുൻപാകെ നിലവിളിച്ചു പ്രാർത്ഥിക്കുകയാ. ഹൃദയഭേദകമായി തന്റെ ഭാരങ്ങൾ ഇറക്കി വെച്ച്, തന്റെ വേദനകൾ ഇറക്കി വെച്ച് ആ ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിക്കുകയാ. തന്റെ വേദനകൾ, തന്റെ ഭാരങ്ങൾ, തന്നെ ഈ സമൂഹം ഒറ്റപ്പെടുത്തുന്നത്, തന്നെ ഈ സമൂഹം പരിഹാസ്യമാക്കി തീർക്കുന്നത് ആരോടും പറയുവാനെന്ന് മനസ്സിലാക്കിയ ഹന്ന എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിക്കുക. ഇത് കേട്ട പുരോഹിതന് തോന്നിയത് അവൾ ലഹരി വിരിച്ചിരിക്കുന്നു എന്നത്രേ. അതുകൊണ്ട് പുരോഹിതൻ അവിടെ പറഞ്ഞത്, പുരോഹിതന്റെ വാക്കുകൾക്ക് ആ സ്ത്രീയുടെ മറുപടിയായിരുന്നു നാം ഇവിടെ കേട്ടത്. ആ സ്ത്രീയുടെ മേൽ പുരോഹിതൻ കൈവച്ച് പ്രാർത്ഥിച്ചില്ല, നെറ്റിമേൽ കുരിച്ചടയാളം വച്ചില്ല. എന്നാൽ ആ പുരോഹിതൻ ചെയ്തത് ഇത്രമാത്രം, നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്താണോ അപേക്ഷിച്ചത് അത് ദൈവം നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ആശീർവദിച്ച് ഹന്നയെ ആലയത്തിൽ നിന്നും ഒഴിവാക്കുന്നു. ദൈവാനുഗ്രഹം അവളുടെ മേൽ ചൊരിയപ്പെടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പുരോഹിതൻ ജനങ്ങളെ ആശീർവദിക്കുവാൻ ദൈവം വേർതിരിച്ച ദൈവത്തിന്റെ അഭിവാജ്യ ഘടകമാണ്. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ അവിടെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ അഹരോനും പുത്രന്മാരും ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹം വയ്ക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ അനുഗ്രഹം വയ്ക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന് വേദപുസ്തകത്തിൽ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് തൊട്ടു മുൻപിലുള്ള 24, 25, 26 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ആരാധനയ്ക്ക് ശേഷം പുരോഹിതൻ നൽകുന്ന ആശീർവാദത്തെയാണ് ഇവിടെ പറയുക. നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക, നിന്റെ നടപ്പിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ദൈവം നിന്നെ കാത്തു പരിപാലിക്കട്ടെ എന്ന് മോശ മുഖാന്തരം അഹരോൻ ജനങ്ങൾക്ക് നൽകണമെന്ന് യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടാകുന്നുണ്ട്. അത് കേട്ടിട്ടാണ് ഇവിടെ വചനം പറയുന്നത്, ഇസ്രായേൽ മക്കളുടെ മേൽ അഹരോനെ നീ എന്റെ അനുഗ്രഹം വയ്ക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. പുരോഹിതന്മാരുടെ അനുഗ്രഹം ഏത് ജനത്തിന്റെ മീതെ വയ്ക്കുന്നുവോ, ഏത് ജനത്തെ പുരോഹിതൻ അനുഗ്രഹിക്കുന്നുവോ അവരുടെ മീതെ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് വേദപുസ്തക വചനം തെറ്റുകുറ്റങ്ങൾ കൂടാതെ അസന്ധിഗ്ധമായി നമ്മെ പഠിപ്പിക്കുന്നത് നാം എല്ലാവരും ഓർക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പണ്ടൊരിക്കൽ ഒരു ദൈവശാസ്ത്ര പണ്ഡിതൻ ഇപ്രകാരം പറയുകയുണ്ടായി. ഒരു ദേശത്ത് 20 വർഷക്കാലം സമൂഹത്തിൽ ഒരു പുരോഹിതന്റെ ശുശ്രൂഷ ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ, ഒരു സമൂഹത്തിൽ 20 വർഷക്കാലം ഒരു പുരോഹിതന്റെ പ്രബോധനം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ സമൂഹം ഇരുളടഞ്ഞു പോകും. ആ സമൂഹം തെറ്റുകളുടെയും തിന്മകളുടെയും കേദാരമായി മാറ്റപ്പെടുമെന്ന് വേദപുസ്തക വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പുരോഹിതർ ദൈവത്തെ അനുഗ്രഹിക്കും, ജനത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം വേർതിരിച്ച് നൽകിയവരാണ്. പുരോഹിതരുടെ പ്രാർത്ഥന ജനങ്ങൾക്ക് അനുഗ്രഹമാണ്, ജനങ്ങളെ അനുഗ്രഹിക്കപ്പെടുത്തും എന്നുള്ളതിന് ഒരു മാറ്റവുമില്ല. ഇവിടെ നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നന്മകളുള്ള, ഒരുപാട് അനുഗ്രഹത്തിന് കാരണമായ ചില വർഷങ്ങളാണ് നമ്മുടെ ഇടയിൽ നാം മനസ്സിലാക്കുക. ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ചെയ്ത് മനം മടുത്ത് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ച എത്രയോ കുടുംബങ്ങൾക്ക് ഇന്ന് തമ്പുരാൻ സന്താന സൗഭാഗ്യം നൽകി, തലമുറയുടെ സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ചത് കേവലം ഒരു പുരോഹിതനായ എന്റെ പ്രാർത്ഥന കൊണ്ടെന്ന് പറഞ്ഞ് അല്പത്തനം വിളമ്പുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു,
വർഷങ്ങൾ ചികിത്സകൾ ചെയ്ത് മക്കളില്ലാതിരുന്ന നിങ്ങൾക്ക് മക്കൾ നൽകിയത് കാണാനുള്ള അനുഗ്രഹം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. അത് ദൈവം എന്നെ അനുഗ്രഹിച്ചതുകൊണ്ടാണ്. ദൈവത്തിന്റെ ആശീർവാദം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഏതൊരു പുരോഹിതൻ വിശുദ്ധിയോടുകൂടെ പ്രാർത്ഥിക്കുമോ, ഏതൊരു പുരോഹിതൻ ദൈവത്തിന്റെ കൃപ അന്വേഷിക്കുമോ, ജനത്തിന് ആശീർവാദമായി തീരും. ഞാൻ നിർത്തട്ടെ. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ മറ്റൊരു കാര്യം കൂടെ വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നെഹമ്യാ പ്രവാചകൻ തകർന്നു കിടന്ന മതിലുകൾ, യെരുശലേമിന്റെ മതിൽ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി അവിടെ തുനിയുന്നു. അവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത, ഈ നെഹമ്യാ പ്രവാചകനോട് എത്ര ജനങ്ങൾ മതിൽ പണിയുവാൻ വേണ്ടി ഉണ്ടായിരുന്നുവോ അത്രയധികം ജനങ്ങൾ നെഹമ്യാ പ്രവാചകന്റെ ഈ ഉദ്യമത്തിന് പിന്നിൽ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഭയുടെ ശക്തമായ പ്രാർത്ഥന പുരോഹിതന്മാരുടെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് കാരണമായി തീരും. പുരോഹിതർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക. പുരോഹിതർ ഒരുപക്ഷെ തെറ്റിദ്ധാരണകൾക്കും അല്ലെങ്കിൽ തെറ്റിലേക്കും ഒക്കെ പോകുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നെഹമ്യാ പ്രവാചകന്റെ വിജയത്തിന്റെ പിന്നിൽ ഒരു സമൂഹത്തിന്റെ പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ഈ സമയം ആഗ്രഹിച്ചത്. പുരോഹിതർക്ക് ഒരുപാട് കടമകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് കടമ: ഒന്ന്, പുരോഹിതർ ജനങ്ങൾക്ക് വേണ്ടി പ്രബോധനം ചെയ്യണം. ഒന്ന്, പുരോഹിതർ ജനങ്ങൾക്ക് വേണ്ടി ആശീർവദിച്ച് പ്രാർത്ഥിക്കണം. പുരോഹിതരുടെ ആശീർവാദം ദൈവത്തിന് അനുഗ്രഹമായി തീരും. പുരോഹിതർ വിശുദ്ധ ജീവിതം നയിക്കണം. പുരോഹിതരുടെ അധരങ്ങൾ പരിജ്ഞാനം കൊണ്ട് നിറയപ്പെടണം. കാരണം പുരോഹിതൻ ദൈവത്തിന്റെ ദൂതനാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നാം ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ചിന്തിച്ചത്. ഈ വചനത്തിലൂടെ ദൈവം നമ്മെ എല്ലാവരെയും ശക്തമായി അനുഗ്രഹിക്കുമാറാകട്ടെ, ആശീർവദിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ധ്യാനത്തെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും ഈ സമയം എഴുന്നേറ്റ് നിന്ന് എൻ ജീവനെ നമോ നമോ എന്ന് ആരംഭിക്കുന്ന ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 230 ഗാനം ചേർന്ന് ആരംഭിക്കുകയാണ്. ജീവനേ
പങ്കെടുത്ത് അവിടുത്തെ വചനം കേൾക്കുവാൻ, അങ്ങേ സ്തുതി സ്തോത്രനാദങ്ങളോടെ അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ അങ്ങ് നൽകിയ എല്ലാ കൃപകൾക്കായും സ്തോത്രം. ഈ ആരാധനയിൽ പങ്കെടുത്ത് പിരിയുന്ന എല്ലാവരെയും ഈ ഒരാഴ്ച മുഴുവനും ദൈവാനുഗ്രഹത്തോടെ കാത്ത് അവിടുന്ന് പരിപാലിക്കണമെന്ന് ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങൾ നിങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ സന്തുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ആശീർവാദം. നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ പാപം പോക്കി തന്റെ രക്തത്താൽ നമ്മെ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിൽ നമ്മെ രാജാവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചു കാത്തു രക്ഷിക്കട്ടെ. കർത്താവ് തന്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. കർത്താവ് തന്റെ മുഖപ്രകാശം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സമാധാനവും നന്മകളും നൽകുമാറാകട്ടെ.